പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി സംസാരിക്കുന്നത് കഴിഞ്ഞ ദിനം കേരളത്തിന്റെ പിന്നോക്ക ദേവസ്വം മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ MP ആയി തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയുകയുണ്ടായി. ആ വേളയിൽ കേരളത്തിലെ IAS ഉദ്യോഗസ്ഥരിൽ ഒരാളായ ഡോക്ടർ ദിവ്യ S അയ്യർ അദ്ദേഹത്തെ വളരെ സ്നേഹവായ്പോടുകൂടി ആശ്ലേഷിക്കുന്ന ഒരു വീഡിയോ ചിത്രം കേരളത്തിൽ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലം ഒരുക്കി. ചിലയിടങ്ങളിൽ നിന്ന് ജാതീയമായ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ എതിർത്തുകൊണ്ട് ചില നവയുഗ മാധ്യമങ്ങളിലൂടെ സംസാരമുണ്ടായി. ഞാൻ ഏതായാലും കാലികമായി അത്തരത്തിലുള്ള ന്യായവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു ആക്ഷേപം ചൊരിയുന്നത് നമ്മുടെ നാടിന്, നമ്മുടെ ദേശത്തിന് പ്രാപ്യമല്ല എന്നുള്ള ചിന്താഗതി തന്നെ മുന്നോട്ട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിൽ ഞാൻ ഉയർത്തിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും മറുഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കേരളീയ സമൂഹം അതെങ്ങനെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഉദാഹരണമായി കൊല്ലത്തിന്റെ MP ആയിരുന്ന കുറുപ്പേട്ടൻ ഒരു ബോട്ട് റേസ് ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പവലിയനിൽ വന്നപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമ നടി ആ ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം വെച്ചുപോയി അവരെ സ്പർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിരവധി പ്രാവശ്യം കേരളത്തിലെ മാധ്യമങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് റിവേഴ്സ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ 1-2 ആഴ്ചകൾ കാണിക്കുകയുണ്ടായി. എനിക്കും അത് കണ്ടതിൽ നിന്ന് ഒരു അസ്വാഭാവികതയായോ പ്രത്യേക താല്പര്യത്തിന്റെ പശ്ചാത്തലത്തിലോ ഉള്ള സ്പർശനമായി അത് കാണുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ പോലെ വളരെയധികം പരിണിത പ്രജ്ഞനും പ്രത്യേക രീതിയിലുള്ള സസ്യാഹാര ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വം നീണ്ട ദശാബ്ദങ്ങൾ പൊതുപ്രവർത്തനത്തിൽ മുന്നോട്ട് പോയപ്പോൾ അവസാന നാളുകളിൽ സംഭവിച്ച ഒരു ഒരു കാര്യം, അത് ഒരു തെറ്റിന്റെ പശ്ചാത്തലമല്ല എന്നുണ്ടെങ്കിൽ കൂടി അതിനെ വളരെ വികൃതമായി കാണുവാൻ മറുവശം തയ്യാറായി. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ മന്ത്രി തൃശ്ശൂരിന്റെ MP സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകർ വളഞ്ഞിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ ഇനി ഇതൊക്കെ മതി മോളെ എന്ന് പറഞ്ഞ് ഷോൾഡറിൽ ചേർത്ത് സ്നേഹവായ്പോടുകൂടി ചേർത്ത് നിർത്തി തട്ടി പോയ ഒരു സാഹചര്യം, അതും വലിയൊരു വിവാദത്തിന്റെ പശ്ചാത്തലം ഉണ്ടായി. അവിടെയെല്ലാം ഒരു സാഹചര്യങ്ങളെ നോക്കാതെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള വികാര പ്രകടനങ്ങളോ അബദ്ധത്തിൽ സംഭവിക്കുന്നതോ ആയ ചില കാര്യങ്ങളാണ് നമ്മൾ കാണുവാൻ കഴിഞ്ഞത്. പക്ഷേ അതും ഈ ദിവ്യ S അയ്യർ, രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രി രാജിവെച്ച ചടങ്ങിൽ ആശ്ലേഷിച്ചുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സ്ത്രീ എന്നുള്ള നിലയിൽ ഡോക്ടർ ദിവ്യ വളരെ വികാര വായ്പോടുകൂടി ആ മന്ത്രി സ്ഥാനമൊഴിഞ്ഞതിനെ കാണുകയും ആശ്ലേഷിക്കുകയും ചെയ്തതിൽ അവരുടെ ഒരു വികാര പ്രകടനവും ആത്മാവിഷ്കാരവുമായി ഞാൻ അതിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ മറിച്ചാണ് എങ്കിൽ കേരളീയ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ രീതിയിലുള്ള വിസ്ഫോടനം എന്തായിരുന്നു എന്നുള്ളത് ഈ 2-3 പശ്ചാത്തലങ്ങളുടെ ഒരു സാഹചര്യത്തിൽ കേരളീയ പൊതുസമൂഹം ചിന്തിക്കണം എന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നും ഈ വീഡിയോയിലൂടെ പറയുവാനും ഇതിന്റെ ദൃശ്യങ്ങളിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനും ആഗ്രഹിക്കുകയാണ്.